Friends, good morning. Good morning, sir. Good morning, sir. Good morning, sir. വീഡിയോസ് ഒക്കെ ഓൺ ചെയ്തേ വേഗം. നമ്മൾ ഇന്നലെ പറഞ്ഞെടുത്ത ഫോമുല പെട്ടെന്ന് നോക്കി. അവിടെ ഓക്കെ, അപ്പോ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഷഹാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക? x1 plus u by u plus v into x2 minus x1. അതില് ഈ x1 ചൂസ് ചെയ്യുന്നതിൽ എന്താ അമീൻ ഷാജി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടറുകളെ? സാർ നേരത്തെ പോലെ x1 ഏതൊന്നും ചൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെ എന്താ പ്രത്യേകത? എന്താ x1 എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാം? അതൊരു വരയുടെ എ ബി നോക്കുവാണെങ്കിൽ തന്നെ എപ്പോഴും കൊടുക്കണം x1 ആയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എ ബി എന്നുള്ള പേരല്ലെങ്കിലോ, ബി എന്ന പേരെങ്കിലോ തന്നെ എപ്പോഴും x1 ആയിട്ട് എടുക്കണം ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഒരറ്റത്ത് ഈ രണ്ടു അറ്റത്താ വരുള്ളൂ. ഒരറ്റത്ത് x1 വേണം, അപ്പുററ്റത്ത് x2 ആയിട്ട്. അവനെ ചൂസ് ചെയ്യാൻ നമ്മളൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്താ പ്രത്യേകത? യുവിന്റെ അടുത്തുള്ളത് x1ഉം യു എന്ന് പറയുന്ന റേഷ്യോ അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ വരുന്ന ആൾ ആരാണ്, അവന്റെ അടുത്തായിരിക്കണം x1 പറ്റുക. അതാണ് എന്റെ പ്രത്യേകത. അല്ലാതെ എ എന്ന് പറഞ്ഞ പോയിന്റ് അറ്റത്ത് തന്നെ എന്നുള്ളതല്ല. ഏതാണോ നമ്മളുടെ റേഷ്യോയിലെ യു, അതിനടുത്തായിരിക്കണം x1 വരുക. റൈറ്റ്. ഫാസിലെ പറഞ്ഞ എന്താണ് y കണ്ടുപിടിക്കാനുള്ള ഫോർമുല? y is equal to y1 plus u divided by u plus v into y2 minus y1. ഓക്കെ, രണ്ട് ഫോർമുലാസ് നമ്മൾ അങ്ങനെ പഠിച്ചു. എനിക്കൊന്നും വേറെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല, ഇല്ലല്ലോ. ട്രൈസെക്ഷനും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലല്ലോ, ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. ഓക്കെ, ലിസൺ. അപ്പോൾ നമുക്ക് ആ ഡിസ്കഷനിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ഇതാണ്: വൈൽ ഫൈൻഡിങ് ഔട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് which divides a line segment in the ratio u is to v. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം റേഷ്യോ എടുത്തെഴുതുക. x1 y1 ആരാണെന്ന് എടുത്തെഴുതുക, x2 y2 ആരാണെന്ന് എടുത്തെഴുതുക, നേരെ 3 വരെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. റൈറ്റ്? ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഐഡിയ. ഇനി ശ്രദ്ധിച്ചു കേട്ടോ. നൗ ചില കേസിൽ, വളരെ റെയർ ആയിട്ടുള്ള ചില കേസിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റേഷ്യോ ചിലപ്പോൾ ഡയറക്റ്റ് നമുക്ക് തരില്ല. റേഷ്യോ ഡയറക്റ്റ് തന്നാൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ എക്സാമ്പിളും ചെയ്തതാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് റേഷ്യോ ഡയറക്റ്റ് തരില്ല. റേഷ്യോ ഡയറക്റ്റ് തരാതെ അവനെ ഇൻഡയറക്ട്ലി ഒരു ഹിഡൻ ഡേറ്റ ആയിട്ട് കൊടുക്കും. അതായത് ക്വസ്റ്റ്യനിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ റേഷ്യോ ഈസ് ഇന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. റേഷ്യോ ഈസ് 1:2 എന്നോ റേഷ്യോ ഈസ് 2:3 എന്നോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ആ റേഷ്യോ നമുക്ക് എടുത്തെഴുതാൻ പറ്റിയ ചില ഹിന്റുകൾ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട 2 ഹിന്റുകൾ നമ്മളുടെ ടോപ്പിക്കിൽ വരുന്നത്, ഒന്ന് ട്രൈസെക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന് സെൻട്രോയിഡ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഇങ്ങനെ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ടോപ്പിക്കിൽ കയറി വരിക. ഓക്കെ, അത് എന്താ നമ്മൾ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ട്രൈസെക്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറയാനല്ലോ മോനെ. റിഹാൻ വി എസ് പറഞ്ഞടാ, എന്തായാലും ട്രൈസെക്ട് സാർ 3 ലൈനൊക്കെ കൂട്ടിമുട്ടണ. 3 ലൈൻ കൂട്ടിവിടുന്ന ട്രൈസെക്ട്. ഇങ്ങനെ ഇതാണ് ട്രൈസെക്ട്. അങ്ങനെയല്ലല്ലോ, 3 പാർട്ട് ഡിവൈഡ്, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ 3 പാർട്ട്, ഇങ്ങനെ 3 പാർട്ട് ഡിവൈഡ് ചെയ്തു ആണോ? അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ?
ഓർക്കണം. ഇന്നലെ രാവിലെ പറഞ്ഞ കാര്യം ചോദിക്കണേ. ഷുഹൈബേ പറയടാ. ഡിവൈഡും ഈക്വൽ പീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ട്രൈസെക്ട് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ കാണുന്ന ലൈൻ സെഗ്മെന്റ് എ ബി, ഈ എ ബി ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, പിയും ക്യൂ, സച്ച് ദാറ്റ് എ പി ഈക്വൽ ടു പി ക്യൂ ഈക്വൽ ടു ക്യൂ ബി. ഈ 3 പേരെ ലെങ്ത് സെയിം ആവുന്ന രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമ്മൾ പറയും പി ആൻഡ് ക്യൂ ആർ ദ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ. പിയും ക്യൂവും എ ബി എന്ന ലൈനിന്റെ ട്രൈസെക്ടിങ് പോയിന്റ്സ് ആണ്, പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ആണ് നമ്മൾ പറയും. പിടിയോ? ഇതാണ് ട്രൈസെക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് തിരിയുന്ന വേർഡ്സിൽ ട്രൈസെക്ഷൻ എന്താണ് ട്രൈസെക്ഷൻ ആദ്യം നോട്ട് ചെയ്യുക. ബാക്കി റേഷ്യോയിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. ഫസ്റ്റ് യു ജസ്റ്റ് നോട്ട് ഡൗൺ വാട്ട് ഈസ് ട്രൈസെക്ഷൻ. സ്പീഡിന് ആവശ്യമുള്ള കാര്യങ്ങൾ വേഗം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് തിരിയാനായിട്ട് ഇത് എഴുതുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടി അല്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ സംഗതി എഴുതുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ വേർഡ്സിൽ വേണം ആ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ. നിങ്ങളുടെ വേർഡ്സിൽ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ട്രൈസെക്ഷന്റെ പോയിന്റ്സ് കണ്ടെത്തുന്നുള്ളതാണ്. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ. അതിനെന്താണ് വഴി? ഓക്കെ, അപ്പൊ ട്രൈസെക്ഷൻ എന്താന്ന് നമുക്ക് മനസ്സിലായി. ട്രൈസെക്ഷന്റെ പോയിന്റ്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താം, അതായത് ഈ പിയും ക്യൂവും നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും, ഇതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുഴപ്പമില്ലല്ലോ? ശരി, ശ്രദ്ധിച്ചു കേട്ടോ. സംഭവം സിമ്പിളാണ്, വേറെ ഒന്നല്ല. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും. പി കണ്ട എ എന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, സേ 18. ബി നമുക്ക് തന്നിട്ടുണ്ടാവും, സേ 720. എന്നിട്ട് നമ്മളത് പറയും ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ. ട്രൈസെക്ഷന്റെ പോയിന്റ്സ് കണ്ടെത്തുക. വേറെ ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല. എ ഉണ്ട്, ബി ഉണ്ട്, ട്രൈസെക്ഷൻ പോയിന്റ്സ് കണ്ടെത്തുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ശരിക്കും ഇവിടുത്തെ മിസ്സിംഗ് ഡാറ്റ ആരാ ശ്രേയ? U is to V ratio. U is to V എന്ന റേഷ്യോ നമുക്കില്ല. അപ്പൊ റേഷ്യോ നമുക്ക് കണ്ടെത്തണം. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയടിക്ക് പോയിട്ട് പിയും ക്യൂവും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പോകരുത്, കിട്ടൂല. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ ആദ്യം കണ്ടെത്തുക, അവനിൽ നിന്ന് പിന്നീട് രണ്ടാമത്തെ ആളിലേക്ക് പോകാനാണ് നമുക്ക് പറ്റുക. ഓക്കെ, അപ്പൊ അതെങ്ങനെ കണ്ടെത്തണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ലിസൺ കെയർഫുള്ളി. സിമ്പിൾ ഐഡിയ കേട്ടോ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. എളുപ്പത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ പഠിക്കാവുന്ന ഒരു കൺസെപ്റ്റേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആദ്യം ഏത് പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് കൺഫേം ചെയ്യുക. നമ്മൾ ഒന്നാമത്തെ പണി. ഇതിൽ ഏത് പോയിന്റാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് പോയിന്റ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ധാരണയിൽ എത്തണം. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ചു ഇന്ന പോയിന്റാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് തീരുമാനമായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, അവനെ കണ്ടുപിടിക്കാനുള്ള പണി തുടങ്ങും. ഓക്കെ, എങ്ങനെയാണ് കേട്ടോ, എളുപ്പമാണേ, നിസാര സംഭവമുള്ളൂ. സപ്പോസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പി ആന്നിരിക്കട്ടെ. പി എന്നുള്ള പോയിന്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ആരുടെ കാര്യങ്ങൾ മറക്കാം? ക്യൂവിന്റെ കാര്യം മറക്കാം. ക്യൂവിനെ തൽക്കാലം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്നിട്ട് കേട്ടോളൂ കേട്ടോ, പി കണ്ടുപിടിക്കാൻ പോവാണ്. പി കണ്ടുപിടിക്കണമെങ്കിൽ എ നമുക്കറിയാം, ബി നമുക്കറിയാം. ദ ഓൺലി തിങ് വി റിക്വയർഡ് ഈസ് എ പി ഈസ് ടു പി ബി, അല്ലെ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആൻസർ ആയി. എ പി ഈസ് ടു പി ബി നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിസ്സാര സംഭവം അല്ലേ? എന്തായിരിക്കും എ പി ഈസ് ടു പി ബി ഒരു റേഷ്യോ? കിട്ടിയൊരു ഹാൻഡ് റൈസ് ഞാൻ ചോദിച്ചോളാം. വളരെ സിമ്പിളാണ്. ഇത്രയും പേർക്ക് കിട്ടിയാൽ പോരാ, ഇത്രയും പേർക്ക് കിട്ടിയാൽ പോരാ. ചിന്തിക്കണം, തല വർക്ക് ചെയ്യണം. ഇത്രയും പേർക്ക് കിട്ടിയാൽ പോരാ. എ പി ഈസ് ടു പി ബി എന്തായിരിക്കും? പറയാ ഹലീം, കേക്കട്ടെ. ഹലീം, അഭിനവ് ഒരു സെക്കൻഡാ. 1:2 ആയിരിക്കും, ഒരു സംശയവും വേണ്ട. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 ഈക്വൽ പീസസ്, അല്ലെ? 3 ഈക്വൽ പീസ് ആക്കിയാ മുറിക്കുന്നത്. അപ്പോ
ഈ കാണുന്ന പീസ് 1, ഈ കാണുന്ന പീസ് 1 എന്ന് പറഞ്ഞ ലെങ്ത് അല്ല കേട്ടോ, ഒരു പീസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് 3 പീസാണ്. എ പി എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം, ബി പി അല്ലെങ്കിൽ പി ബി എന്ന് പറയുമ്പോൾ 2 പീസ് ഉണ്ട്. 1:2 എന്ന റേഷ്യോ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡേറ്റാസുമായി x1 y1 ഉണ്ട്, x2 y2 ഉണ്ട്, u(v) ഉണ്ട്. All data are there. We can find the value of p. പിടികിട്ടിയോ? Now once നിങ്ങൾ p കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, p നിങ്ങൾക്ക് കിട്ടി, ഫോർമുല ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് p യുടെ വാല്യൂ കിട്ടി. p കിട്ടി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ q കണ്ടുപിടിക്കാൻ പറ്റുക? അനലൈസ് ചെയ്താൽ മതി. വെരി സിമ്പിൾ. p കിട്ടിയാൽ എങ്ങനെ q-ലേക്ക് എത്താം? മുഹമ്മദ് അബ്ദുറഹ്മാൻ, എങ്ങനെ q-ലേക്ക് എത്താം? Sir, PB consider the അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാലും. അബ്സല്യൂട്ട്ലി. PB എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ആര്? q എന്ന് പറയുന്നത് അല്ലേ? PB-യുടെ കൃത്യം നടക്കുക q കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡ് പോയിന്റ് ഫോമിൽ ഉപയോഗിക്കാം. ഇനി ഒരാൾക്ക് തോന്നുന്നു അങ്ങനെ വേണ്ട, ക്യൂവും റേഷ്യോ വെച്ച് തന്നെ മതി എന്ന് ചിന്തിച്ചു എന്നിരിക്കട്ടെ, എങ്കിൽ ഈ AQ:QB എന്തായിരിക്കും എന്ന് പറഞ്ഞു കേൾക്കട്ടെ. AQ:QB എന്തായിരിക്കും ഐഷ? 2:1. AQ ആണ്, A തൊട്ട് Q വരെ 2 പീസ്, Q തൊട്ട് B വരെ 1 പീസ്. 2:1. ഓക്കെ. ഇനി 1:2 എന്ന് എടുക്കുകയാണെങ്കിൽ BQ:QA എന്ന് എടുത്തിട്ട് 1:2 എടുത്തിട്ട് പോയിന്റ് ഒക്കെ ചൂസ് ചെയ്തും ചെയ്യാം കേട്ടോ. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. അവനെ ചോദിച്ചു സാർ ഞാൻ ഒരു 5 മിനിറ്റ് താമസിച്ചായിരുന്നു. അപ്പോ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിയുന്ന പോലെ വേഗം നോട്ട് ചെയ്തു. ഇൻ യുവർ ഓൺ വേർഡ്സ്. സാർ ഈ ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞ റേഷ്യോ എപ്പോഴും ഇതായിരിക്കും? തീർച്ചയായിട്ടും, ഒരു സംശയം വേണ്ട. ലെങ്ത് മാറാം, അതായത് നമ്മൾ എടുക്കുന്ന ലെങ്ത് വലിയ ലൈനോ ചെറിയ ലൈനോ ഒക്കെ ആവാം, പക്ഷെ റേഷ്യോ മാറില്ല. കാരണം റേഷ്യോ എന്ന് പറഞ്ഞാൽ കട്ട് ഷോട്ട് ചെയ്ത് കിട്ടുന്ന ഏറ്റവും ഫൈനൽ ആൻസർ അല്ലേ, സിംപ്ലിഫൈ ചെയ്ത് വരുന്നത്. അപ്പൊ എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ട്രൈസെക്ട് എന്ന് പറഞ്ഞാൽ 3 ഒരേ വലിപ്പമുള്ള കഷ്ണാക്കി മുറിച്ചു. 30 സെന്റിമീറ്റർ ലൈൻ ആണെങ്കിൽ 10 സെന്റിമീറ്ററിന്റെ 3 പീസ്. അത് തന്നെ 3 സെന്റിമീറ്റർ ലൈൻ ആണെങ്കിലോ 1 സെന്റിമീറ്ററിന്റെ 3 പീസ്. അപ്പോഴും റേഷ്യോ 1:2 തന്നെയായിരിക്കും, അത് മാറില്ല. സാർ അപ്പൊ 5 സെന്റിമീറ്റർ ലൈൻ ആണെങ്കിൽ 15 5 5 5. അല്ല സാർ, ലൈൻ മൊത്തം 5 ഉള്ളൂ. ലൈൻ മൊത്തം 5 ആണെങ്കിലാ ഓരോ പീസും 5/3 5/3 5/3. അത് ഡെസിമൽ വാല്യൂ വരിക 1.66 എന്നൊക്കെ വരിക. ഒരു ലൈനിന്റെ ലെങ്ത് ഡെസിമൽ ആയിരിക്കും വരിക. സ്പീഡ് നോട്ട് ചെയ്യണേ. ട്രൈസെക്ഷൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എക്സസൈസിലേക്ക് കയറിയാൽ പിന്നെ ഞാൻ വാ തുറക്കൂല കേട്ടോ. നിങ്ങളുടെ ഡ്യൂട്ടിയാണോ അത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ള. അതിന് എന്തൊക്കെ വേണോ അതൊക്കെ നോട്ട് ചെയ്തോളണം. നിങ്ങൾക്ക് തിരിയാൻ പാകത്തിന് എന്തൊക്കെ വേണം അതൊക്കെ നോട്ട് ചെയ്യണം. ട്രൈസെക്ഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത് 2 പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ദ കോഓർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ എന്നൊക്കെയായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ ഉദ്ദേശിക്കുന്നത് 2 പോയിന്റുകളാണ്, 2 പോയിന്റ്സിന്. ആ 2 പോയിന്റിന്റെയും കോഓർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഒരാളുടെ അല്ല, 2 പേരുടെയും നമ്മൾ കണ്ടെത്തണം. ആ 2 പേരെ നമ്മുടെ പിയും ക്യൂ, നമ്മുടെ ഫിഗറിൽ പിയും ക്യൂ ആണ് പറഞ്ഞ 2 പേര്. അവിടെ നമ്മൾ റേഷ്യോ എടുത്തിട്ട് ഒരാളെ കണ്ടുപിടിക്കുന്നു, രണ്ടാമനെ കണ്ടെത്താൻ വേണമെങ്കിൽ മിഡ് പോയിന്റ് അപ്ലൈ ചെയ്യാം. അപ്പം ചോദിച്ചോ സാർ, നമുക്ക് ഡിസ്റ്റൻസ് വെച്ച് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, പ്രൊവൈഡഡ് ആ ലൈൻ എന്ത് ചെയ്യണം, എക്സ് ആക്സിസിനോ വൈ ആക്സിസിനോ പാരലൽ ആയിട്ട് വരും, എങ്കിൽ മാത്രം. ചെരിഞ്ഞ് നിൽക്കുന്ന ലൈനിൽ നമുക്ക് ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയോ ഒരുവൺ? ബാക്കി ഞാൻ പറഞ്ഞോട്ടെ, ശാലായി മൂവ് ചെയ്യാലോ അല്ലേ, അടുത്തിലേക്ക് മൂവ് ചെയ്യാലോ അല്ലേ. റൈറ്റ്. അപ്പോൾ അടുത്തതായി നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ റേഷ്യോയുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരാളാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് എടുത്തിട്ടുണ്ട്. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ.
അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഒരു ട്രയാങ്കിളിന്റെ 3 വേർട്ടെക്സിന്റെ വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ട് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് 1 2 2 3 1 3 എന്നൊക്കെ പറയുന്ന 3 വേർട്ടെക്സ്. ആദ്യം നമ്മൾ സെൻട്രോയിഡ് എന്താണെന്ന് അറിയാം. ട്രൈസെക്ഷൻ എന്താ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ? അതുപോലെ എന്താണ് സെൻട്രോയിഡ് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്നിട്ട് വേണം നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് മൂവ് ചെയ്യാം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ സെൻട്രോയിഡ് എന്നുള്ളതൊക്കെ? കേട്ടിട്ടുണ്ടോ സെൻട്രോയിഡ് എന്നതിന് മുമ്പ്? 1-2 പേർക്ക് അറിയാം. ശരി, എന്താണ് സെൻട്രോയിഡ് എന്നുള്ളത്? വാട്ട് ഈസ് എ സെൻട്രോയിഡ് ഓഫ് എ സർക്കിൾ, സോറി ഓഫ് എ ട്രയാങ്കിൾ? 2-3 പേർക്കുള്ളൂ, ബാക്കി ആർക്കും അറിയില്ല. ഇഷാൻ എന്ന് പറഞ്ഞേ. ട്രയാങ്കിളിന്റെ സെന്ററിൽ നിന്ന് 4 വെർട്ടെക്സിലേക്ക് ലൈൻ. ട്രയാങ്കിളിൽ 4 വെർട്ടെക്സ് അല്ല 3 വെർട്ടെക്സിലേക്ക്. ട്രയാങ്കിളിലെ 3 വെർട്ടെക്സിലേക്ക് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈനാ അത് ഈക്വൽ ആയിരിക്കും. ഈ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിളിന്റെ സെന്റർ, സർക്കിളിനല്ലേ സെന്റർ ഉള്ളൂ. ട്രയാങ്കിളിന്റെ സെന്റർ എവിടെ നിന്നാ? സെന്റർ ഉള്ളത് സർക്കിളിനല്ലേ. ട്രയാങ്കിളിന് എവിടെ നിന്ന് സെന്റർ കിട്ടി? ധൈര്യമായിട്ട് പറഞ്ഞോട്ട്, ഒരു പ്രശ്നമില്ല. ട്രയാങ്കിളിന് സെന്റർ വന്നത് എവിടെ നിന്നാണ്? അതറിയില്ല സാർ, ചുമ്മാ പറഞ്ഞു. സെന്ററോഡ് എന്ന് കേട്ടപ്പോ സെന്ററുമായിട്ട് എന്തോ ഒരു ബന്ധം. സെന്ററുമായിട്ട് ബന്ധം ഉണ്ട് അവന്. സെന്ററുമായിട്ട് അവന് ബന്ധമൊക്കെ ഉണ്ട്. നമ്മൾ വഴിയെ പറയാം. ഒരു പരിധി വരെ പറഞ്ഞ ആൻസർ കറക്റ്റ് കേട്ടോ. ഫൈൻ, വെരി ഗുഡ്. ഇർഫാനസ് സാർ, ഒരു ഇൻസർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ സെന്റർ ആയിരിക്കില്ലേ ട്രയാങ്കിളിന്റെ സെന്ററും? ഇൻസർക്കിളിന്റെ സെന്റർ ആണ് നിർബന്ധം. സർക്കം സർക്കിളിന്റെ സെന്റർ ആവാൻ പാടില്ലേ? സർക്കം സർക്കിളിന്റെ സെന്റർ വേണമെങ്കിൽ സെന്റർ ആവാലോ. നമ്മുടെ ഡിസ്കഷൻ സെന്ററോട് എന്താന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അയാൻ ആംഗിൾ ബൈസെക്ടേഴ്സ് കൂട്ടുകൂട്ടുന്ന പോയിന്റ് ആണോ? ആംഗിൾ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണെങ്കിൽ അത് ഇൻസർക്കിളിന്റെ സെന്റർ ആണ്. സെന്ററോട് അതിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെന്റ്. ഹയ 3 സൈഡിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മിഡ് പോയിന്റ് അതാണ്. 3 ലൈൻസ് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ കിട്ടുന്ന സർക്കം സർക്കിളിന്റെ സെന്റർ. അതും സെന്ററോഡിലേക്ക് എത്തൂല. പ്രശ്ന മിഡ് പോയിന്റ് ജോയിൻ ചെയ്യണല്ലേ? മിഡ് പോയിന്റ് എങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോ? 3 സൈഡിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യണ സെന്ററിലേക്ക്. 3 സൈഡിന്റെ മിഡ് പോയിന്റ് എങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോ? പെർപെൻഡിക്കുലർ 90 ഡിഗ്രി മേളിലേക്ക്. 90 ഡിഗ്രി ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സർക്കം സർക്കിളിന്റെ സെന്റർ. സെന്ററോട് ആവില്ല. അച്യുത് മിഡ് പോയിന്റ് ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കൂട്ടി മുട്ടുന്ന പോയിന്റ് ആണോ? ആ പോയിന്റ് ആണ് സെന്ററോയിഡ്. ഒരു ട്രയാങ്കിളില് ശ്രദ്ധിച്ച് കേട്ടോളണ്ടോ. ഒരു ട്രയാങ്കിളിൽ സപ്പോസ് വി ഹാവ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. അപ്പൊ ഈ ട്രയാങ്കിളിൽ ഞാൻ ഓരോ വെർട്ടെക്സിൽ നിന്നും ഈ കാണുന്ന 3 ആളുടെ മിഡ് പോയിന്റ് ഒക്കെ എന്തെങ്കിലും മാർക്ക് ചെയ്യാണ്. ഓക്കെ, 3 ലൈൻ ഇങ്ങനെയൊക്കെ മിഡ് പോയിന്റ്സ് ഉണ്ട്. സപ്പോസ് ഇതില് നമ്മൾ ഇങ്ങനെ ഒന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും ഇങ്ങോട്ട് ഇങ്ങനെ ലൈൻ വരച്ചു. സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ നിർബന്ധമായിട്ടും. ഇവിടെ നമ്മൾ തുടങ്ങി ഇങ്ങോട്ട് വരച്ചു. രണ്ടാമത് ഇപ്പുറത്തെ വെർട്ടെക്സ് നമ്മൾ എടുത്തു, ഇങ്ങോട്ട് നമ്മൾ വരച്ചു. മൂന്നാമത് ഈ കാണുന്ന വെർട്ടെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നേരെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ വരച്ചു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 3 ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വരയ്ക്കുന്നത് ഒരു വെർട്ടെക്സിൽ നിന്നും അടുത്ത സൈഡിന്റെ മിഡ് പോയിന്റിലേക്കായിരിക്കും. ഞാൻ ഫ്രീ ഹാൻഡ് വരയ്ക്കുമ്പോൾ ചില തെറ്റൊക്കെ വരാട്ടോ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വരച്ചാൽ 3 പേരും ഒരു കോമൺ പോയിന്റ് കൂട്ടിമുട്ടും. ഈ പോയിന്റിനെ നമ്മൾ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയാം. ഈ വരയ്ക്കുന്ന ഓരോ വരയ്ക്കും ഒരു പേരുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? 3 ലൈൻസ് ഇപ്പൊ നമ്മൾ വരച്ചില്ലേ? ഈ 3 ലൈനിന് ഒരു പേരുണ്ട്. എനിവൺ? എനിവൺ? 3 ലൈനിന്റെയും പേര് അത് ഓർക്കല്ല. എം വെച്ചിട്ടാ പെയിന്റ് തുടങ്ങുക. എം വെച്ചിട്ട്. ആംഗിൾ ബൈസെക്ടർ ആണ്. ഇത് ആംഗിൾ ബൈസെക്ടേഴ്സ് അല്ല കേട്ടോ, ഒരിക്കലും അല്ല. നമ്മൾ ഈ വരച്ച വരകൾ ആംഗിൾ ബൈസെക്ടേഴ്സ് ആണെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ആഫിയ? മീഡിയൻ. അപ്പോൾ ശരിക്കും സെൻട്രോയിഡ് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സെൻട്രോയിഡ് ഈസ് ദ പോയിന്റ് വെർ ദ മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ മീറ്റ് എന്ന്.
സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ദ പോയിന്റ് വേർ ദ മീഡിയൻസ് മീറ്റ്. മീഡിയൻ ആരാ? മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്നും അടുത്ത ആളുടെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വരെയാണ്. അപ്പൊ സെൻട്രോയിഡ് എന്ന് അത് നോട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിന്റെ കോർഡിനേറ്റ്സിലേക്കും അല്ലെങ്കിൽ അതിന്റെ റേഷ്യോയിലേക്കൊക്കെ നമുക്ക് പോവാം. പിന്നെ സമയങ്ങളെല്ലാട്ടോ വേഗം. ഒരു മിനിറ്റോടെ നമുക്ക് അതിന്റെ കൺസെപ്റ്റോടെ നോട്ട് ചെയ്യണം. എന്താ നമുക്ക് എക്സസൈസിലേക്ക് കയറണം. തേർട്ടി സെക്കൻഡ്സ് നോട്ട് ഇടുന്ന കംപ്ലീറ്റ്. 30 സെക്കൻഡിന്റെ മാക്സിമം കൺസെപ്റ്റ് നോട്ട് ചെയ്യുക. മതി, ഇടാൻ മതി. അപ്പൊ സെൻട്രോയിഡ് എന്നത് നോട്ട് ചെയ്ത് തന്നെയല്ലേ? ശരി, ഇനി നമുക്കിവിടെ ശരിക്കും പഠിക്കേണ്ടത് ഈ സെൻട്രോയിഡിന്റെ റേഷ്യോ മാത്രമേ ഉള്ളൂ കേട്ടോ. സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോളണം. ഓരോ ലൈൻ ഉണ്ട്. ഞാൻ ട്രയാങ്കിൾ ഒന്നുകൂടെ ഒന്ന് റീഡ്രോ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ ട്രയാങ്കിൾ ഞാൻ വരച്ച പോലെ തന്നെ സപ്പോസ് വി ഹാവ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഇങ്ങനെ ട്രയാങ്കിൾ നമുക്കുണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിളില് ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റിലേക്ക് നമ്മൾ എങ്ങനെ ലൈൻ വരച്ചു. ഒന്നാമത്തെ ആളുടെ മിഡ് പോയിന്റിലേക്ക് വരച്ചു. ഇനി ഇവിടെ നമ്മൾ രണ്ടാമത്തെ ആളുടെ മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു. കറക്റ്റ് ഇവിടെ തുടങ്ങണം കേട്ടോ, അത് മാറിപ്പോരുത്. മിഡ് പോയിന്റിലേക്ക് ചുമ്മാ എവിടുന്നേലും അല്ല വരയ്ക്കുന്നത്. കറക്റ്റ് നമ്മൾ ആ ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് ഇതാണ് വരയ്ക്കുന്നത്. രണ്ടാമത്തെ ആൾ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ആളെയും വരയ്ക്കുകയാണ്. സപ്പോസ് മൂന്നാമത്തെ ആൾ നമ്മൾ വരച്ചു കഴിയുമ്പോൾ സെക്കൻഡ് സോറി രണ്ടാമത്തെ ഒന്നുകൂടെ വരയ്ക്കാം കേട്ടോ. സെക്കൻഡ് ലൈൻ വരച്ചിട്ട് ക്ലിയർ ആയില്ല. ഓക്കെ, ഇങ്ങനെ മൂന്നാമത്തെ ആൾ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചു കഴിയുമ്പോഴേ ഈ ട്രയാങ്കിളിന്റെ എൻഡ് പോയിന്റ്സിന് ABC എന്ന് പേര് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന പോയിന്റ് O എന്ന് തൽക്കാലം പേര് കൊടുക്കുക. ഈ കാണുന്ന മിഡ് പോയിന്റിന് PQR എന്നും പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഗറിൽ 3 മീഡിയനുകളുണ്ട്. AP ഒരു മീഡിയനാണ്, അതുപോലെ BQ ഒരു മീഡിയനാണ്, CRഉം ഒരു മീഡിയനാണ്. ഈ 3 പേരും മീഡിയൻ ലൈൻസ്, ശരിയല്ലേ? ഈ ഓരോ ലൈനെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? AP എന്ന ലൈനെ AOPO എന്ന് ഡിവൈഡ് ചെയ്യും. BQനാണ് BOQO എന്ന് ഡിവൈഡ് ചെയ്യും. CRന് CORO എന്ന് ഡിവൈഡ് ചെയ്യും. റൈറ്റ്? ഓക്കെ, ഈ ഡിവിഷൻസ് എല്ലാം ഒന്നുകൂടെ പറയുന്നു, ഈ ഡിവിഷൻസ് എല്ലാം ഒരു ഫിക്സഡ് റേഷ്യോയിലാണ്. ദാറ്റ് റേഷ്യോ ഈസ് 2:1. ഇതാണ് റേഷ്യോ. The centroid point divides the median lines in the ratio 2:1. ആ 2:1 എടുക്കുന്ന കൂടി ശ്രദ്ധിച്ചേ. ചാടി എഴുതല്ലേ, എന്ത് തിരക്കായി എഴുതാൻ. പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എക്സസൈസ് മൊത്തം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി. സാർ എന്തെങ്കിലും പറയാത്ത ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. തിരക്ക് പിടിക്കില്ല. ഞാൻ പറയാൻ സമയമുണ്ട്, ഇഷ്ടംമാതിരി സമയമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി.
ഈ റേഷ്യോ എഴുതുന്നത് ഒരു പ്രത്യേക ഓർഡറല്ല, നമ്മൾ ശ്രദ്ധിക്കണം. ചുമ്മാ എവിടെയെങ്കിലും കൊണ്ട് 2:1 എഴുതല്ല. ഇപ്പോ AP എന്ന ലൈൻ, AP എന്ന മീഡിയനിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ, AP ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റേഷ്യോ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. AO:PO. ഇതാണ് 2:1. എപ്പോഴും ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ നിന്ന് വരുന്ന ലൈന് ലെങ്ത് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സെൻട്രോഡ് നിങ്ങൾ നോക്കി, എല്ലാ കേസിലും വെർട്ടെക്സിൽ നിന്ന് സെൻട്രോഡ് വരെയുള്ള ദൂരം കൂടുതലും സെൻട്രോഡിൽ നിന്ന് മിഡ് പോയിന്റ് വരെയുള്ള ദൂരം കുറവായിരിക്കും ഇൻ ഓൾ ദ കേസസ്. അപ്പൊ എപ്പോഴും റേഷ്യോ എഴുതുമ്പോൾ ഇതാണ് അതിന്റെ ഓർഡർ. ഇപ്പൊ നിങ്ങൾ BQ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അത് BO:QO ആയിരിക്കും, 2:1. ഇനി നിങ്ങൾ എടുക്കുന്നത് CR വെച്ചിട്ടാണെങ്കിൽ CO:RO ആയിരിക്കും, 2:1. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ. കാരണം ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഈ എടുക്കുന്ന AO:POക്ക് പകരം PO:AO എന്ന് എടുക്കുന്നെങ്കിൽ റേഷ്യോ 1:2 എന്ന് തിരിച്ചെഴുതണം, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ, ഇത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വൈൽ കൺസിഡറിംഗ് ദ റേഷ്യോ എഴുതി വെച്ചു നിങ്ങളുടെ ഭാഷയിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. സ്പീഡിന് എഴുതണേ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വേർഡ്സിൽ എഴുതി വെക്കുക കേട്ടോ. 1 മിനിറ്റോടെ മാക്സിമം. കംപ്ലീറ്റ് ആയോ? ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാൻ? ഡൗട്ട്സ് എന്തെങ്കിലും? ഒന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ഒരു പോയിന്റിലേക്ക് വരാം. ശ്രദ്ധിച്ചോ. അപ്പോ എൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചെത്തുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. Find the coordinates of centroid of a triangle with the vertices 2, 1, 3, 5, 7, 9. ഞാൻ ചുമ്മാ 3 പേര് എടുത്തു എന്നുള്ളൂ കേട്ടോ. 2, 1, 3, 5 ആൻഡ് 7, 9. ഈ 3 പേര് വെർട്ടിസസ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചു കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്കറിയാം സെൻട്രോയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ചില ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു റഫ് ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ ഷേപ്പ് എന്നൊരു പ്രശ്നമേ അല്ല, ട്രയാങ്കിൾ ആയാൽ മതി. ഓക്കെ, എന്നിട്ട് അതിൽ ABC എന്നൊക്കെ പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതാൻ എളുപ്പമുണ്ട്. ഒരു വെർട്ടെക്സിന് 2, 1 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ ആളെ 3, 5 എന്ന് കൊടുക്കുക. അവസാനത്തെ ആളെ 7, 9 എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തായാലും സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. എന്താണ് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ട പണി? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ കേൾക്കട്ടെ. എന്താണ് ആദ്യം ചെയ്യേണ്ട പണി? വാങ്ങിച്ച സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഏത് ലൈൻ വരയ്ക്കണം? എല്ലായിടത്തും വരയ്ക്കണം. എല്ലായിടത്തും വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ അബ്ദുൽ അസീസ്? എല്ലാത്തിനും വരച്ചാൽ ജോയിൻ ചെയ്യണ്ട ഒരു പോയിന്റ്. എല്ലായിടത്തും വരച്ച പോയിന്റിൽ ജോയിൻ ചെയ്യണം. Is the drawing necessary from all points? Haya? രണ്ടെണ്ണം കണ്ടുപിടിച്ചാൽ മതി. 2 എണ്ണം വേണമെന്ന് നിർബന്ധം ഉണ്ടോ അമാനിലായി? ഓ
രണ്ടെണ്ണം വേണം, നിർബന്ധം രണ്ടെണ്ണം വേണം. അൻസിയ രണ്ടെണ്ണം വേണം. അമ്ന വേണം. ഷുഹൈബ് വേണം സാർ. വേണം. ഒരു വിഷയം രണ്ടെണ്ണം നിർബന്ധമായിട്ടും വേണം. ശ്രേയ രണ്ടെണ്ണെങ്കിലും വേണം. അച്യുത് സാർ ഒരെണ്ണം മതി. ഒരൊറ്റ ലൈൻ മതി, ഒരൊറ്റ ലൈൻ മതി. രണ്ടെണ്ണം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒറ്റ ലൈൻ മതി. 1 ലൈൻ ഈസ് മോർ ദാൻ ഇനഫ്. എന്താ സംഭവം എന്നറിയുള്ളേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ മീഡിയൻ എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യും, കൃത്യമായിട്ട് സെൻട്രോയിഡ് മീഡിയനെ കട്ട് ചെയ്യും 2:1 അല്ലേ. ഒന്ന് 3 വരയ്ക്കേണ്ട ആവശ്യമില്ല, 2 വരയ്ക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മീഡിയൻ വരച്ചാൽ മതി. ഒന്ന് ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു മീഡിയൻ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഏത് മീഡിയൻ വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിനകത്ത് ഈ കാണുന്ന മീഡിയൻ വരച്ചാൽ മതി, എന്ന് ഡിയിലേക്ക് വരയ്ക്കണം, ആയിക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ വരച്ചോ. ഇവിടെ ഡി എന്ന പോയിന്റ്, എന്നിട്ട് ഇവിടെ നമ്മുടെ മീഡിയൻ, സോറി സെൻട്രോയിഡ് പി ഡിവൈഡ് ദ റേഷ്യോ 2:1. ഇനി വേറൊരാൾക്ക് തോന്നുകയാണ് അങ്ങനെ ഇപ്പൊ വേണ്ട, അങ്ങനെ ഇപ്പൊ എ ഡി വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പോ എന്തിനാ എ ഡി വരയ്ക്കാൻ പോണേ, വേറെ ഏതെങ്കിലും വരയ്ക്കാൻ പാടില്ലേ എന്ന് ഓർത്തിട്ട് ആ ആളിത് എങ്ങനെ വരച്ചു എന്നിരിക്കട്ടെ, ABC ട്രയാങ്കിൾ. ഇവിടെ നിന്നാണ് മീഡിയൻ വരച്ചത്. സപ്പോസ് ഹി ഹാഡ് ഡ്രോൺ ദ മീഡിയൻ ഫ്രം ഹിയർ, ഇങ്ങനെ കണ്ടോ, കൃത്യം AC മിഡ് പോയിന്റിലേക്ക്. ആ പോയിന്റ് ഡി എന്ന് വിളിച്ചു, ഒരു കുഴപ്പമില്ല, നമുക്കതിൽ ഒരു പരാതിയില്ല. ഇവിടെ എവിടെയെങ്കിലും അതിന്റെ മീഡിയൻ വരും, സോറി സെൻട്രോയിഡ് വരും, റേഷ്യോ 2:1. ഓക്കെ. ഇനി മൂന്നാമതൊരാൾക്ക് വന്നാ എന്തിനാ ഇപ്പൊ ബി എന്ന് വരയ്ക്കണേ, സി എന്ന് വരച്ചാൽ എന്താ കുഴപ്പം, ആയിക്കോട്ടെ. ഇതൊന്നും നമുക്ക് വിഷയമല്ല, കാരണം ഏത് മീഡിയൻ വരച്ചാലും അവൻ എന്ത് ചെയ്യും, സെൻട്രോയിഡ് പോയിന്റ് ആ മീഡിയനെ 2:1 കട്ട് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു മീഡിയം വരച്ചാൽ മതി. ശരി, അപ്പൊ നമ്മൾ മീഡിയം വരച്ചു കേട്ടോ. മീഡിയന്റെ കൺസെപ്റ്റ് ഞാൻ ബാക്കി ഇവരേക്ക് ഒന്ന് മാറ്റിയാണേ. മീഡിയൻ വരച്ചു, ഇനി നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യും, മീഡിയം വരച്ചു, ഇനി എന്താ അടുത്ത പണി? സുഹൈലെ നമ്മൾ അടുത്ത പണി മീഡിയം വരച്ചു തരാം. രണ്ടാക്കണോ? ഏഡിയൻ രണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പണി ചെയ്യണല്ലോടാ. ഏഡിയ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പണി ചെയ്യണം, എങ്കിലേ നമുക്ക് ബാക്കി കാൽക്കുലേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബിലാൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ ഈ കേസാ ചെയ്യുന്നതെങ്കിൽ ബി സിയുടെ മിഡ് പോയിന്റ് ആയ ഡിയുടെ കോഓർഡിനേറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം, എങ്കിലല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കാണുന്ന പോയിന്റിനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുമ്പോ ഈ പോയിന്റ് രണ്ടറ്റം, ഒരറ്റത്ത് എയും ഒരറ്റത്ത് ഡിയും, ഇവന്മാരെ നമുക്ക് അറിഞ്ഞാലേ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡി ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഡി എന്ത് ചെയ്യണം, മിഡ് പോയിന്റ് ഫോമിൽ വെച്ച് ഡി കണ്ടുപിടിക്കണം. എന്നിട്ട് ഡി കിട്ടിയ പിന്നെ പണി തീർന്നു. എ എന്നുള്ളത് 2:1 ആണ്. ഡി നിങ്ങൾ കണ്ടുപിടിച്ചാൽ കിട്ടാൻ പോകുന്നത് 7 3 12, സോറി 7 3 10, അപ്പൊ 5 വരും, 9 5 14. ഇതാണ് നിങ്ങൾക്ക് ഡി കിട്ടാൻ പോകുന്നത്. അപ്പൊ എ കിട്ടി, ഡി കിട്ടി, റേഷ്യോയും കിട്ടി, എല്ലാവരും ആയി. പി എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ പ്രൊസീജിയർ കേട്ടോ. വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോ, എന്താ വേണ്ടത്, എങ്ങനെയാ വേണ്ടത് നോട്ട് ചെയ്ത് വെച്ചോ, പെട്ടെന്ന് ആയിക്കോട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. 1 സെക്കൻഡ്, പെട്ടെന്ന് ചോദിച്ചോ ഡൗട്ട് ഉണ്ടെങ്കിൽ. കൃത്യം കാര്യങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. പറഞ്ഞാലേ കട്ടായി പോകണോ, കട്ടായി പോകണം. ഒന്നുകൂടെ കേൾക്കുന്നില്ലടാ, കേൾക്കുന്നില്ല, കട്ടായി പോകണല്ലോ വോയിസ്. അല്ലേ നീ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കി. ഇഷാൻ ചോദിച്ചോ, ഡൗട്ട് ചോദിച്ചോ ഇഷാൻ. സാർ ഈ D57 എങ്ങനെയായിട്ട് നിങ്ങൾ പറയണം? മിഡ് പോയിന്റ് ഫോർമുല ബി സിയുടെ മിഡ് പോയിന്റ് അല്ലേ ഡി എന്ന് പറയുന്നത് ഇഷാനെ? സാർ ഒരു മിനിറ്റ് അല്ലേ, ഒരു മിനിറ്റ് ഇഷാൻ. ഒരാൾ പോയി. കേൾക്കുന്നുണ്ടോടാ? കേക്കാം. ബി സി എന്നുള്ള ലൈനിന്റെ മിഡ് പോയിന്റ് അല്ലേ ഡി? മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യാലോ. x1 + x2/2 y1 + y2/2.
ഓക്കെ സാർ. ഹലീമ ചോദിച്ചു. സാർ നമുക്ക് ഈ ഡി ലൈൻ വരയ്ക്കുന്നതിന് മുന്നേ ബി സിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് വരച്ചാൽ മതിയില്ലേ? ബീസിന് മതി മതി മതി, അതൊന്നും പ്രശ്നമില്ല. ചോദിച്ചു അമീൻ ഷാജി. സാർ എ ഡിയുടെ കൃത്യം മിഡ് പോയിന്റ് കഴിഞ്ഞിട്ട് ഏതിൻ്റെടാ? എ ഡിയുടെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതെ മീഡിയൻ ആ അങ്ങനെ കൃത്യം ഇത് നടുക്കാൻ നമുക്ക് കിട്ടുക. ആരും നടക്കാന്ന് എ ഡിയുടെ ലൈനിന്റെ എനിക്ക് അതിന്റെ ക്വസ്റ്റ്യൻ വ്യക്തമായില്ല. എ ഡി എന്നുള്ള മീഡിയൻ അതിന്റെ നടുക്ക് പീന്ന് ഇത് കൊടുത്തൂലോ, പോവാ അത് സെൻട്രലിലാണോ? സെൻട്രലല്ല, 2:1. സെൻട്രൽ ആണെങ്കിൽ മിഡ് പോയിന്റ് ആയി പോകും. 1:1 റേഷ്യോ വരും. സെൻട്രലല്ല. വേറെ എനിത്തിങ് എനി മോർ? അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക കേട്ടോ. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സംഗതിയൊക്കെ ഒരു ഫിഗർ വരയ്ക്കണം. ക്വസ്റ്റ്യൻ വന്നാൽ, എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ഒരു ഫിഗർ വരയ്ക്കുക. ചുമ്മാ സ്കെയിലും വലിയെടുത്ത് വരച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്കും കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും. ചുമ്മാ ഒരു പാരഗ്രാഫ് വായിക്കുന്നതിനേക്കാൾ കുറച്ച് ഐഡിയ കിട്ടും, ഒരു ഫിഗർ കണ്ടു കഴിയും. ദാറ്റ്സ് ബെറ്റർ. ഓക്കെ ആണോ? ക്വസ്റ്റിലേക്ക് പോവാം. റൈറ്റ്. അപ്പൊ ഇത് എക്സസൈസ് 3 ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 240 സംതിങ്. കൃത്യമായ പേജ് നമ്പർ ഓർക്കുന്നില്ല കേട്ടോ. റേഷ്യോ കഴിഞ്ഞിട്ടുള്ള എക്സസൈസ് ആണ്. എത്ര പേജ് നമ്പർ എത്രയാ? 220. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ anyone first question. The coordinates of the points A and B are 3, 2 and 8, 7. Find Okay. the coordinates of the point P on AB with the AP is to PB 2:3. പിന്നെ the point Q on AB with the AQ is to QB is equal to 3:2. Okay, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഫിഗർ ആയിരുന്നു. ചുമ്മാ ലൈൻ സെഗ്മെന്റ് അതിൽ പോയിന്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്താൽ നല്ല ക്ലാരിറ്റി കിട്ടും കേട്ടോ. വേഗം തുടങ്ങിയിട്ട് ഞങ്ങളല്ലേ നിർബന്ധമായും എടുത്തെഴുതണം. UV is to V എത്ര, X1 Y1 എത്ര, X2 Y2 എത്ര എടുത്ത് എഴുതിയിട്ടേ ചെയ്യാം. പെട്ടെന്ന് 1 minute പെട്ടെന്ന് ചെയ്യണേ. സാർ ലൈൻ വരയ്ക്കുമ്പോൾ ഇത്തിരി ചെരിച്ച് വരയ്ക്കുന്നതല്ല കേട്ടോ. നേരെ കൃത്യം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാതെ, അതായത് നമ്മുടെ എക്സ് ആക്സിസിനോ വൈ ആക്സിസിനോ പാരലായിട്ട് വരയ്ക്കാതെ അല്പം ചെരിച്ച് വരച്ചാൽ നല്ലതാണ്. കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 മിനിറ്റോടെ മാക്സിമം കേട്ടോ. എക്സും വൈ ഒക്കെ കിട്ടാൻ 2 മിനിറ്റ് അതേ കൂടുതലൊന്നും ആവശ്യമില്ല.
ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. ആദിലേക്ക് അബ്ദുലാം എയും ബി ഒക്കെ എത്രയൊക്കെയായിരുന്നു ഒന്നുകൂടെ പറയടാ. A 3 ഉം 2, ആ B 8 ഉം 7 ഉം. ആ റേഷ്യോ 2:3 AP-യുടെയും PB-യുടെയും. 2:3 അല്ലേ? ഉം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ x1 എടുത്ത് എഴുതുന്നു, x2 ആയിട്ട് എടുത്ത് എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. x1 y1 x2 y2 അതുപോലെ u(v)(v). പറയ റബീസ് എങ്ങനെയൊക്കെ എടുത്തേ? x1 y1 3 2, x1 y1 3 2 ആണ് ശരി. x2 y2 8 7, 8 7, 7. പിന്നെ u is equal to 2, u is equal to 2. പിന്നെ b is equal to 3. ഓക്കെ, അപ്പൊ u(v) എന്ന് പറഞ്ഞ 2:3 എന്ന് കിട്ടും. u(v) എന്ന് പറഞ്ഞ 2:3 ആണ്. കുഴപ്പമില്ല. കിട്ടിയെങ്കിൽ നേരെ അടുത്ത് ചെയ്ത് പോകണ്ടോ, ടൈം കളയരുതേ. നിർബന്ധമായും ഫോമുല എഴുതണം, ഒരു ലീനിയൻസും ആ വിഷയത്തിൽ പാടില്ല കേട്ടോ. ഫോമുല ഒന്ന് റിപ്പീറ്റ് ചെയ്തേ കേൾക്കട്ടെ. ഫോമുല ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. മുഹമ്മദ് സാബിത്ത്, ഫോമുല എന്താ? കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യടാ മുഹമ്മദ് സാബിത്ത്. എക്സ് ഈക്വൽ എന്താ ഫോമുല? എനിക്ക് ഓഡിബിൾ അല്ല. മുഹമ്മദ് റിഹാൻ, സാർ ഞാനാണോ? മുഹമ്മദ് റിഹാൻ സാർ പറ. x1 plus u by u plus n x2 minus x1. x1 plus u by u plus v into x2 minus x1. എല്ലാ വാല്യൂസും ഡയറക്ട്ലി നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സാർ പറഞ്ഞോ. അത് 2 ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ, അപ്പൊ 2 ഇതുമായിരിക്കണം. സെക്കൻഡ് പേര് വേറെ വരയ്ക്കണം, കാരണം ക്യൂ എന്നുള്ള പോയിന്റ് വേറെ അല്ലേ. സാർ പറ. സാർ ആ ഫിഗറിൽ തന്നെ ക്യൂ നോട്ട് ചെയ്ത് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ലൈൻ വരച്ചാൽ പോലെ. എന്തിനാ കൺഫ്യൂഷൻ ഉണ്ടാക്കണേ? ബെറ്റർ ടു ഡ്രോ ഇൻ അനദർ ഫിഗർ. അപ്പൊ ഒന്ന് പറയാൻ ആൻസർ കേൾക്കട്ടെ. എന്താ ആൻസർ വന്ന അച്ഛനെ? പിയുടെ ഇത് പറഞ്ഞ അതേ എക്സ് മാത്രം പറഞ്ഞാൽ മതിയോ? എക്സ് 5, എക്സിന്റെ വാല്യൂ 5, വൈയോ? y 4. എക്സിന്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 4. മൊത്തത്തിൽ 5 4 എന്നാണ് പറഞ്ഞത്. ഇസ് ഇറ്റ് കറക്റ്റ്? കുറച്ച് പേർക്ക് സംശയമുണ്ട്. നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1ന്റെ വാല്യൂ 3 ആണ്, പ്ലസ് u ഡിവൈഡഡ് ബൈ u പ്ലസ് v. x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 3 വരും. അപ്പൊ 3 പ്ലസ് 2 ബൈ 2 പ്ലസ് 3 5 ആണ്, ഇൻറ്റു 8 മൈനസ് 3 5 ആണ്. 5 ആൻഡ് 5 ക്യാൻ ബി ക്യാൻസൽഡ്. ബാക്കിയുള്ളത് 3 പ്ലസ് 2 ഇൻറ്റു 1. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് എഴുതാതെ 5 എന്നുണ്ട്. And now y equal y1 plus u divided by u plus v into y2 minus y1. There when we substitute we get
y1 is 2 plus 2 divided by 2 plus 3 into y2 minus y1, 7 minus 2. കൃത്യമായി കട്ടായി പോകുന്ന വാല്യൂ ആണ്, അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ. 2/5 into 5 എന്ന് വരും. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി 2 plus 2 equal to 4. ഇത്രയും കഴിയുമ്പോൾ ലാസ്റ്റ് എ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി റിട്ടൺ. നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ. Therefore, coordinates of P. Therefore, coordinates of P is x value 5, y value 4. എടുത്ത് എഴുതി ആ ക്വസ്റ്റ്യൻ കൺക്ലൂഡ് ചെയ്യാവൂ. നിർബന്ധമായും കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം. സെക്കൻഡ് വൺ ഇതുപോലെ വേഗം ശ്രദ്ധിച്ച്. സെക്കൻഡ് വൺ ക്യൂലേക്ക് വന്നപ്പോൾ റേഷ്യോ എങ്ങനെയാ മാറിയത്? ഷാരൂഖ് ആ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ? 3:2. 3:2 എന്നായി. വേറെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. റേഷ്യോ ജസ്റ്റ് തിരിഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ വ്യത്യാസം അതിനകത്തില്ല. നമ്മൾ ചെയ്ത പോലെ തന്നെ റേഷ്യോ 3:2 എന്നായി. ആകെയുള്ള വ്യത്യാസം. പോയിന്റ് സംവെയർ ഹിയർ ആണ് നമുക്ക് സപ്പോസ് ചെയ്യാം. ക്യൂ റേഷ്യോ 3:2 എന്ന് മാറി. കംപ്ലീറ്റ് ചെയ്യാൻ 2 മിനിറ്റ് മാക്സിമം. കഴിഞ്ഞ കാര്യത്തിലേക്ക് പോട്ടെ, ടൈം കളയണ്ട. Those who completed can move on to next question without wasting time. സ്പീഡ് ആവണം. കംപ്ലീറ്റ് ആയി ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകണം കേട്ടോ. ബിലാലെ എക്സ് വാല്യൂ കിട്ടി ഇവിടെ വേണ്ട. എക്സ് വാല്യൂ 2.5 ആണ്. 2 ഫ്രാക്ഷനിലേക്ക് നിർത്തിയാൽ മതിയായിരുന്നല്ലോ. ഡെസിമലിലേക്ക് കൊണ്ടുപോവേണ്ടി ഇരുന്നില്ല. പോട്ടെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 5/2 എന്നാണോ വന്നത് ഡെസിമല്? സോറി, ഫ്രാക്ഷൻ. അതെ. ഷുവർ, എനിക്ക് അറിയില്ല. ആണോ അത് 5/2 ആണോ? ഇത് കട്ടായി പോകുന്ന വാല്യൂ അല്ല. ഇവൻ കട്ടായി പോകുന്ന ആളല്ല. ഒന്ന് പറയാം ബിലാലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞു കേൾക്കട്ടെ. മിഡ് പോയിന്റ് ഫോർമുല. മിഡ് പോയിന്റ് ഫോമില് ക്യൂ കണ്ടുപിടിക്കാനോ? അങ്ങനെയാണ് മിഡ് പോയിന്റ് ഫോമിൽ അപ്ലൈ ചെയ്തത്. ഞാൻ പി ക്യൂടെ ഈ സാറ് ക്വസ്റ്റ്യൻ ഒന്നും വലിയ കാര്യമായിട്ട് വായിക്കണല്ലേ. ചുമ്മാ പോണ വഴിക്ക് ഏതപ്പാ കോതമംഗലം പോണ വഴിക്ക് കിട്ടണൊക്കെ അങ്ങ് ചെയ്തിട്ടങ്ങ് പോവാ. ഈ ക്യൂ മിഡ് പോയിന്റ് ആണെന്നാ പറഞ്ഞേ ബിലാലെ? ഞാൻ പി ക്യൂ ആണെന്നോർത്ത് ചെയ്തേ. ഓർത്തിട്ട് കാര്യമില്ലോ, ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലേ ചെയ്യണ്ടേ. നമുക്ക് ഓർത്തോ ചെയ്യാനുള്ള പറ്റിയ സമയമല്ലല്ലോ ഇത്. ക്വസ്റ്റ്യനിൽ തന്നല്ലേ ചെയ്യണ്ടേ. ഇഷാൻ എക്സ് 6 ആ. എക്സിന്റെ വാല്യൂ 6 ആണ് കിട്ടിയത്. വൈയുടെ വാല്യൂ 5. വൈയുടെ വാല്യൂ 5. 6/5 ആണോ ഉള്ള ആൻസർ? അതും എനിക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എക്സ് ഈക്വൽ ടു x1. x1ന്റെ വാല്യൂ 3 ആണ്. പ്ലസ് u ഡിവൈഡഡ് ബൈ u പ്ലസ് v. 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2. x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 8 മൈനസ് അതൊക്കെ തൊട്ട് മുന്നത്തെ പോലെ തന്നെ. 3 പ്ലസ് 3/5 into 5. 5 and 5 can be cancelled.
3 plus 3 6 എന്ന് കിട്ടും. അടുത്തത് y1 വാല്യൂ 2 ആണ്, പ്ലസ് 3 ഡിവൈഡ് ബൈ 3 പ്ലസ് 2 ഇൻറ്റു 7 മൈനസ് 2 2 പ്ലസ് 3 ബൈ 5 ഇൻറ്റു 5 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 പ്ലസ് 3 ആൻസർ വരും, വിച്ച് ഇസ് ഈക്വൽ ടു 5. മൊത്തത്തിൽ കോഓർഡിനേറ്റ്സ് ഓഫ് ക്യൂ ഈസ് നമുക്ക് ആൻസർ കിട്ടും, ഇറ്റ് ഈസ് 6. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 6 5 will be the final answer. കഴിഞ്ഞ സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് കേൾക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. റിഹാൻ, മുഹമ്മദ് റിഹാൻ. Find the coordinates of the point which divide the lines 1 3 and 5 2 into 3 equal parts. ഓക്കെ ഫൈൻ. നമ്മൾ പഠിച്ച ടോപ്പിക് അത് മാൻഷ മാൻഷ പി നമ്മൾ പഠിച്ച ടോപ്പിക് അത് ട്രൈസെക്ഷൻ 3 ഈക്വൽ പാർട്സ്. ആ കോർഡിനേറ്റ്സ് ഒന്നുള്ള പറയണ്ട. എയും ബി മാൻഷ 1 6 5 2 ആ 1 6 1 2 1 2 ആണോ? 1 2 5 2 5 2. ഒരാൾ 1 6, ഒരാൾ 5 2. 1 6 ഒരാൾ 5 2 അടുത്താണ്. 1 6 5 2. പേരൊക്കെ കൊടുത്താൽ നമുക്ക് വളരെ സിമ്പിളായി സ്റ്റെപ്പ് എഴുതാം. സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എവിടെ നിന്നാലും ചുമ്മാ നമുക്ക് ആൻസർ കിട്ടിയിട്ട് കാര്യമില്ല. സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്പീഡ് ആവട്ടെ. സാർ ചോദിച്ചോടാ. 1 6 മുകളിൽ തരണ്ടേ? വായിച്ച ഓർഡർ എങ്ങനെയാ പറഞ്ഞേക്കുന്നേ? അങ്ങനെയല്ല, y വാല്യൂ വലുതായോണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, ചുമ്മാ റഫ് ഫിഗർ അല്ലേ. ആക്സിസ് ഒന്നും നമ്മൾ വരയ്ക്കുന്നില്ലല്ലോ. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. സ്പീഡ് ആവട്ടെ. ഹലീം ഏതാദ്യം കണ്ടുപിടിച്ച പി ആണോ ക്യൂ ആണോ? പി കണ്ടുപിടിച്ചോണ്ടിരിക്കുക സാർ. പി കണ്ടുപിടിച്ചോണ്ടിരിക്കുക. റേഷ്യോ എങ്ങനെയാ എടുത്തേ? റേഷ്യോ 1:2. റേഷ്യോ 1:2. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ നേരെ കാര്യങ്ങൾ എടുത്ത് എഴുതി ഒന്ന് x1. അപ്പൊ നമുക്ക് ആ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതാട്ടോ. നമ്മുടെ ഫിഗർ ടു ഫൈൻഡ് പി എന്നെ കുറിച്ച് ഒരു സബ് ഒക്കെ കൊടുത്തത് നല്ലതാണ്. പി കണ്ടുപിടിക്കാൻ റേഷ്യോ 1:2 ആണ്. x1 y1 1 6 ആണ്. x2 y2 വാല്യൂ 5 2 ആണ്. നമുക്ക് ആൾക്കാരൊക്കെ കൃത്യമുണ്ട്. നേരെ x is equal to x1 plus u by u plus into x2 minus x1. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ കിട്ടണേ. മൊത്തം ഒരു 4 മിനിറ്റ് മാക്സിമം. മൊത്തത്തിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ 4 മിനിറ്റ് മാക്സിമം. അതിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. കംപ്ലീറ്റ് ചെയ്യാൻ 4 മിനിറ്റ് മാക്സിമം. പിയുടെ വാല്യൂ കിട്ടുന്ന ഒരു 1.5-2 മിനിറ്റ് മാക്സിമം പിയുടെ കോർഡിനേറ്റ്സ് കിട്ടാൻ. അതിൽ കൂടുതൽ ടൈം ആ ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യാനില്ല കേട്ടോ.
ശരി, പറഞ്ഞ പിയുടെ വാല്യൂസ് എങ്ങനെയാ വന്നത്? പിയുടെ എക്സ് കോർഡിനേറ്റ് എന്താ കിട്ടി? അമാൻ, മുഹമ്മദ് അമാൻ, പിയുടെ എക്സ് കോർഡിനേറ്റ് 7/3 ആയിരിക്കാം. x1 വാല്യൂ 1 ആണ്, പ്ലസ് 1/1 പ്ലസ് 2 ഇൻറ്റു x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 5 - 1 ആണ്, കട്ടായി പോകാൻ ചാൻസ് ഇല്ല. 1 പ്ലസ് 1/3 ഇൻറ്റു 5 - 1 4 ആണ്. 1 പ്ലസ് 4/3 എന്ന് വരും. ക്രോസ് ചെയ്യുമ്പോൾ 7/3 എന്ന് കിട്ടും എക്സ് വാല്യൂ. കറക്റ്റ് ആണ്. സച്ചിനെ ഒരു സെക്കൻഡ് എടുക്കും. സച്ചിനെ, നമുക്കപ്പോൾ 7/3 ആൻസർ കിട്ടും. ഇതുപോലെ നമ്മൾ y കണ്ടുപിടിക്കുമ്പോൾ y ഈക്വൽ y1 പ്ലസ് u/u പ്ലസ് v ഇൻറ്റു y2 മൈനസ് y1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y1 വാല്യൂ 6 ആണ്. 6 പ്ലസ് 1/3 ഇൻറ്റു 2 മൈനസ് 6. എത്ര ഫൈനൽ ആൻസർ കിട്ടിയ y വാല്യൂ? സർ ഒരു മിനിറ്റ്, അത് കഴിഞ്ഞില്ല. സ്പീഡാവട്ടെ, നമുക്ക് ഇപ്പൊ ഇത്ര ടൈം അതിക്രമിച്ചു. y1 എന്ന് പറഞ്ഞാൽ 6 ആണ്. 1/3 ഇൻറ്റു y2 മൈനസ് y1. y2 മൈനസ് 1 നമ്മൾ 2 മൈനസ് 6 -4 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 മൈനസ് 4/3 എന്ന് വരും. 6, 12, 18, 24, 14/3 എന്നായിരിക്കും ഫൈനൽ വരിക. Is it 14/3? Fine. 14/3. അപ്പോൾ എടുത്ത് എഴുതാടോ. Therefore P is 7/3, 14/3. അപ്പോൾ ഒരാളുടെ തലവേദന, ഒരാളെ കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടി. ഇനി ഇതുപോലെ നമ്മൾ ക്യൂയിലേക്ക് പോകണം. സോ ക്യൂയിലേക്ക് പോകുമ്പോൾ യു ഹാവ് 2 ഓപ്ഷൻസ്. ആസ് ഐ സെഡ്, 2 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. Either you can consider the complete line AB and Q as a point in it with the ratio 2:1, or you can consider PB with Q as the midpoint. In both ways you can complete. പെട്ടെന്ന് ആയിക്കോട്ടെ, 2 മിനിറ്റ് മാക്സിമം. സർ, സച്ചിനെ പറഞ്ഞോ. സച്ചിൻ പറഞ്ഞോ. സച്ചിൻ കേൾക്കുന്നില്ലേ? ഓക്കെ. അഭിനയ പറഞ്ഞോ. സർ, അവിടെ ഉണ്ടല്ലോ ആ 6 മൈനസ് 4/3 ഒന്നില്ലേ, അതിൽ ആ 6 -4 ഇടയ്ക്ക് ഒരു പ്ലസ് ഇല്ല, അതെങ്ങനെ പോയെ? അത് പോയത് ഇത്ര ഉള്ളൂടാ. നമ്മൾ ചെയ്യുമ്പോൾ 6 പ്ലസ് 1/3 ഇൻറ്റു -4 എന്നല്ലേ? അതില് 6 പ്ലസ് 1 ഇൻറ്റു -4 ചെയ്യുമ്പോൾ -4/3 എന്ന് വരും. ശരിയല്ലേ? നമുക്ക് ഡയറക്റ്റ് എന്ന് എഴുതിയാൽ മതി. 6 - 4/3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ. സച്ചിൻ കേൾക്കുന്നുണ്ടോ? സച്ചിൻ അനന്തു, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലീവ് ചെയ്യരുത്. ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് ഫില്ല് ചെയ്യണം. എന്നിട്ട് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടാ ലീവ് ചെയ്യാവുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നമ്മളുടെ ഡിസ്കഷനൊക്കെ തിരിച്ചു നമുക്ക് ക്യൂയിലേക്ക് പോകണം. അപ്പൊ അടുത്ത നമ്മൾ ചെറിയ സബ് കൊടുക്കും. ടു ഫൈൻഡ് ക്യൂ എന്നൊക്കെ നമുക്ക് സബ് കൊടുക്കാം. ടു ഫൈൻഡ് ക്യൂ. ക്യൂയിലേക്ക് പോകുമ്പോൾ ഒന്ന് പറയാം, നിങ്ങൾ ഏതാ മെത്തേഡ് ചൂസ് ചെയ്ത? മിഡ് പോയിന്റ് ഫോമിലാണോ അതോ വീണ്ടും റേഷ്യോ തന്നെയാണോ? വിച്ച് വൺ ഡിഡ് യു പ്രിഫർ? റേഷ്യോ. രണ്ടാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഉണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടിലും കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷെ മിഡ് പോയിന്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം പറയും Q is the midpoint of PB. Q is the midpoint of PB. അപ്പോൾ P നമുക്ക് കിട്ടിയ വാല്യൂ ഒക്കെ ഒന്ന് ഫിഗറിലേക്ക് അപ്പൊ തന്നെ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. 7/3, 14/3. അപ്പൊ ക്യൂവിന്റെ എക്സ് വാല്യൂ കിട്ടാൻ x1 പ്ലസ് x2/2. ന്യൂമറേറ്ററിൽ ഫ്രാക്ഷൻ ഉണ്ട്, അതിനാദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ 7 plus 3 into 5, 15 divided by 3, the whole divided by 2. Simplify ചെയ്യുമ്പോൾ 7 plus 15 എന്ന് പറഞ്ഞാൽ 22 ആണ്, by 3 all divided by 2 നെ 2 by 1 എന്ന് എടുക്കാം. Taking the reciprocal, 22 by 3 into 1 by 2. 2 and 2 cancel ചെയ്യുമ്പോൾ 11 by 3 എന്ന് ആൻസർ കിട്ടും. Y equal to y1 plus y2 by 2. അതുപോലെ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ 14 plus 6 by 3 by 2. 20 by 3 divided by 2 നെ 2 by 1 നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കിട്ടും 20 by 3 into 1 by 2. അവനെ കട്ട് ചെയ്യാം, 10 by 3 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ therefore Q is 11 by 3, 10 by 3. ഇത് കിട്ടി കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് അവസാനം എഴുതണം കേട്ടോ. ലാസ്റ്റ് ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് എഴുതണം. അതായത് the points of trisection are the points of trisection are ഒരാള് 7 by 3, 14 by 3, അടുത്ത ആള് 11 by 3, 10 by 3. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതിപ്പോ നിങ്ങൾ റേഷ്യോ ചെയ്താൽ ഇത് തന്നെ കേട്ടോ കിട്ടാൻ പോകുന്നത്. ആൻസറിന് മാറ്റമൊന്നുമില്ല. റേഷ്യോ ആണെങ്കിലും മിഡ് പോയിന്റ് ആണെങ്കിലും ആൻസർ മാറില്ല. കാൽക്കുലേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചെറിയ മാറ്റങ്ങൾ വരുന്നല്ലാതെ. അവിടെ കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചെടുത്ത് ഫാസ്റ്റ് പറ. ഇത് നമ്മൾ റേഷ്യോയിൽ എടുക്കുമ്പോൾ u/v എങ്ങനെ വരും? സോറി, AQ/2 അല്ല നമ്മൾ എടുക്കുന്നത്. എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത് ശ്രേയ? AQ/QB അങ്ങനെ. AQ/QB ആണ് 2:1. AQ QB 2:1. ഫാസിലിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാ പറ്റിയ ഫാസിലെ? എന്റെ മുഖം അല്ലല്ലോ വീഡിയോയിൽ കാണണേ. മുഹമ്മദ് ഫാസിൽ. ഐ ഹോപ്പ് എവരി വൺ സ്റ്റാർട്ടഡ് നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 3 തുടങ്ങിയല്ലോ അല്ലേ? 3 എന്താ ചെയ്യേണ്ടത് അബ്ദുൽ അസീസ് ഒന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ എന്താ 3 സാർ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട സെൻട്രോയിഡാ, അതിൽ കോർഡിനേറ്റ് ആണ്. ഫൈൻ. ഈ ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് ആയിരിക്കടാ? -1 5 3 7 1 1. ഓക്കെ, അപ്പൊ ഞാൻ ഓർഡർ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പൊ 3 7 എക്ക് കൊടുത്തു, 1 1 ബിക്ക് കൊടുത്തു, പിന്നെ എത്ര -1 5 എത്രടാ? നിങ്ങൾ ഈ നെയിം ഓർഡർ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഏത് ഓർഡറിലും എടുക്കാം, പ്രശ്നമില്ല. ഇതിപ്പോ നമ്മൾ ചെയ്തു പോകുമ്പോ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി മാത്രം. അതുപോലെ നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ട പണി എന്താ റബീസേ? ടു ഫൈൻഡ് ദി സെൻട്രോയിഡ്. ഏതെങ്കിലും ആംഗിളിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കണം. ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്ന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കണം. നമുക്ക് ഇങ്ങനെ എയിൽ നിന്ന് വരയ്ക്കാം. എയിൽ നിന്ന് BCയിലേക്ക് വരയ്ക്കാം. നിങ്ങളത് തന്നെ ഫോളോ ചെയ്യണേ. We can call the point as D. അതായത് നമുക്ക് D കണ്ടെത്താം. D കണ്ടെത്തിയതിനു ശേഷം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനൊക്കെ ഒരു ചെറിയ സബുകൾ കൊടുക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ. D is the midpoint. D is the midpoint of BC. ഇപ്പോൾ നമുക്ക് തുടങ്ങാം.
സ്പീഡ് ആവട്ടെ. ഡിയുടെ കോർഡിനേറ്റ്സ് എത്രയൊക്കെയാ വന്നത്? ഡിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ അൽഫിയ സിദ്ദീഖ്, ഡിയുടെ കോർഡിനേറ്റ്സ് 0 3 0 3 -1 1 0 5 + 1 കറക്റ്റ് ആണ്. എക്സ് എടുക്കുമ്പോൾ x1 + x2 / 2 1 + -1 എന്ന് പറഞ്ഞാൽ 0 ആണ്, ദാറ്റ് ഈസ് 0. y എടുക്കുമ്പോൾ y1 + y2 / 2 1 + 5 6 ആണ്, 6/2 3 ആണ്. അപ്പൊ ഡി നമുക്ക് 0 3 എന്ന് കിട്ടും. സെൻട്രോയിഡ് പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ കൃത്യം നടുക്കോട്ട് പോകാതെ വെച്ച് താത്തി മാർക്ക് ചെയ്യാം കേട്ടോ. P is the centroid. കൃത്യമായിട്ട് എടുത്തെഴുതണം, കൃത്യമായിട്ട് റേഷ്യോസ് എഴുതണം. u/v എഴുതണം, x1 y1 എഴുതണം, x2 y2 എഴുതണം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ u/v വാല്യൂ എന്ന് പറയാം. u/v വാല്യൂ റെഫർ ചെയ്താ 2:1. 2:1. x1 y1 3:7. ഫൈൻ. x2 y2 0:3. 0:3. ഇനിയിപ്പോ നിങ്ങൾ റേഷ്യോ 1:2 എടുക്കുന്നതെങ്കിൽ പോയിന്റ് നേരെ തിരിഞ്ഞു വരും. x1 y1 0:3 ആയിട്ടും x2 y2 വാല്യൂ 3:7 ആയിട്ടും. നമ്മൾ റേഷ്യോ ചൂസ് ചെയ്യുമ്പോൾ ഇരിക്കും കേട്ടോ. സ്പീഡാവണം. എക്സിന്റെ ഫൈനൽ കിട്ടുക ഹലീമേ? എക്സിന്റെ ഫൈനൽ പെട്ടെന്ന് നാദിർഷ ഇതെല്ലാം കിട്ടുന്നുണ്ടോടാ? നാദിർഷ എക്സിന്റെ വാല്യൂ 1 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. x1 വാല്യൂ 3 ആണ്, പ്ലസ് 2/2 + 1 ഇൻറ്റു x2 വാല്യൂ 0 ആണ്, x1 വാല്യൂ 3 ആണ്. 3 + 2/3 ഇൻറ്റു -3. 3 എന്തിനും കട്ടാകുമ്പോൾ -1. 3 - 2 1 ആണ് ആൻസർ. ഫൈൻ അല്ലേ? 1 അല്ലേ ഇടേ? അതുപോലെ തന്നെ വൈയും ചെയ്യണം. y1 + u/u + v ഇൻറ്റു y2 - y1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ.
ഇടാവണം. റബീസ് ആൻസർ കിട്ടിയോടാ? റബീസ് എത്ര എഴുതി? y is equal to 17/3. വൈല് ഫ്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. 17/3 നോക്കണം. 7 പ്ലസ് 2/3 ഇൻറ്റു 3 - 7 എന്ന് പറയുമ്പോൾ -4. 7 പ്ലസ് 2 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ -8/3. 17 അല്ലല്ലോടാ, ഒന്നുകൂടെ നോക്കി. 17 ആണോ അത്? അല്ല സാർ, 1/3. അല്ല, 17 അല്ല, 17 അല്ല. 21 - 8. 13 ആണോ? Is it? പതിമൂന്നാണോ? 13/3 ആണോ? ആണ്. ചെക്ക് ചെയ്യണം കേട്ടോ. സാർ 1/3 അല്ലേ? 1/3 വരല്ലടാ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. 2 divided by 2 plus 1 into y2 minus 1. 3 - 7 -4 ആണ്. 2 - 8 ആണ്. 21 - 8 is 13/3. സിംപ്ലിഫിക്കേഷനിൽ മിസ്റ്റേക്ക് വരരുത് കേട്ടോ. ഞാൻ ഇന്നലെ അത് പറഞ്ഞു എങ്ങനെ കൃത്യം ചെയ്യേണ്ടതെന്നുള്ള. അവസാനം there should be a concluding statement. Therefore അതും നിർബന്ധമായിട്ട് എഴുതണം. അതായത് നമ്മൾ എഴുതി നിർത്തിയിട്ട് അവസാനം കൊണ്ട് മാർക്കുകൾ എഴുതുക. Therefore centroid of the triangle is എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവിടെ വേണം കേട്ടോ. സെൻട്രോയിഡ് എത്രയാണ് നമ്മൾ കൃത്യം എഴുതണം, എടുത്ത് തന്നെ എഴുതണം. സെൻട്രോയിഡിന്റെ വാല്യൂ എടുത്ത് എഴുതി കൺക്ലൂഡ് ചെയ്യണം. എൻ്റെ ബോർഡ് ഒന്ന് സ്റ്റെക്കായിട്ടെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല. ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടോ? വൈറ്റ് ബോർഡ് കാണാമോ? കാണാം. അപ്പൊ ലാസ്റ്റ് എഴുതുന്നത് therefore centroid is ഇത്രയാണ് വാല്യൂ എന്ന് എടുത്ത് എഴുതി കൺക്ലൂഡ് ചെയ്യാം. സെൻട്രോയിഡിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് അക്കോർഡിംഗ് ടു ദ ഗിവൻ ക്വസ്റ്റ്യൻ സെൻട്രോയിഡിന്റെ വാല്യൂ നമുക്ക് കിട്ടുക ഫൈനൽ ആൻസർ നമ്മൾ എഴുതുമ്പോൾ therefore centroid of the triangle is നമുക്ക് ലാസ്റ്റ് ആൻസർ എടുത്ത് എഴുതാം. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 1ഉം വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 13/3. 7 13/3 എന്നെടുത്ത് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, കിട്ടിയില്ലേ everyone? 7 അല്ല 1 13/3 എന്നെഴുതി കൺക്ലൂഡ് ചെയ്യാം. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സസൈസിൽ റിമൈനിങ് ഉള്ളത് കേട്ടോ. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണേ.